സാർ, ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം 6-ാം തീയതി കഴിഞ്ഞു. വളരെ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 98-ൽ 64 ഏറ്റവും ഉയർന്ന പോളിംഗ് 64.6% 98-ൽ. അതിപ്പോ 64.66% ഇപ്പോ. അപ്പൊ വളരെ ഉയർന്ന പോളിംഗ് 64.69 പ്രാവശ്യം. 69. അപ്പൊ അത്തരത്തിൽ വലിയ മികച്ച ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഇപ്പോ ബീഹാറിൽ നടന്നത്. ഇതിന്റെ തലേ ദിവസം രാഹുൽ ഗാന്ധി ഹരിയാന ബോംബും ഒക്കെ ആയിട്ട് വന്ന്, വോട്ടർ ചോരിയൊക്കെ ആയിട്ട് വന്ന്, അതിന്റെ പിന്നിൽ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോ ഈ ബീഹാറിൽ ഇത്രയും കനത്ത പോളിംഗ് ഉണ്ടായപ്പോൾ അത് ആരെയായിരിക്കും കൂടുതൽ തുണയ്ക്കുന്നത്? സംശയം എന്താ, മോദി ജനിപ്പിച്ച ആവേശം കൊണ്ടാണ് ഇത്രയധികം വോട്ടുകൾ അവിടെ പോൾ ചെയ്തത്. നോക്കൂ, അതിന്റെ പാറ്റേൺ നോക്കൂ. ഈ പ്രാവശ്യമാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തത്. കഴിഞ്ഞ 3 തവണയും സ്ത്രീകളാണ് സജീവമായിട്ട് രംഗത്ത് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മളത് സാവകാശം അനലൈസ് ചെയ്യുമ്പോൾ എന്താ കാര്യം സ്ത്രീകൾ വരാൻ കാര്യം? മറ്റ് നേരത്തെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ, കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും ഒക്കെയുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ കുറവായിരുന്നു. അത് പൊതുവെ ബീഹാറിലുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം അങ്ങനെയായിരുന്നു. സിക്കോ സിസ്റ്റം, കള്ളു കുടിച്ചിട്ടില്ല, പാൻ പരാഗ് ഒക്കെ കഴിച്ചിട്ടും വരുന്ന ആൾക്കാരുടെ ശല്യം കൊണ്ട് സ്ത്രീകൾക്ക് മാന്യമായിട്ട് അന്തസ്സോടെ വെളിയിലിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയായിരുന്നു അവിടെ ജംഗിൾ രാജിൻ്റെ കാലത്ത്, ലാലു പ്രസാദിൻ്റെ കാലത്തും, തേജസ്വി യാദവിൻ്റെ കാലത്തും, അതുപോലെ തന്നെ റാബ്രി ദേവിയുടെ കാലത്തും ഉണ്ടായിരുന്നത്. മാന്യമായിട്ട് ഇറങ്ങി വരാൻ പറ്റത്തില്ല കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക്. അതുപോലത്തെ ഒരു അന്തരീക്ഷം അവിടെ. കള്ള് തന്നെ കള്ളെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ തെങ്ങിൽ നിന്നുള്ള കള്ളുണ്ടല്ലോ, അവിടെ അതിന് പകരം പനയിൽ നിന്നുള്ള കള്ള്. ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് നിതീഷ് കുമാർ അങ്ങ് നിർത്തലാക്കി. പനങ്കള്ളു പോലും ഇല്ല ഇപ്പോൾ. കുറച്ച് പേരുടെ ജീവിത പ്രശ്നമാവുന്നുണ്ട്, അത് മറ്റൊരു കാര്യം. അതിന് പകരം ഇപ്പം മോദി കൊണ്ടുവന്ന പരിഷ്കാരം എന്താണ്? ആമ്പലിൽ നിന്ന് ഒരു സാധനം അവിടെ ഉൽപ്പാദിക്കുന്നുണ്ട്. ആ സാധനം മധുബൻ എന്ന് പറയുന്ന അതിപിന്നോക്കക്കാർ താമസിക്കുന്ന ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃഷിയാണ് ആമ്പൽ കൃഷി. ആമ്പലിൽ നിന്ന് ഈ വിത്തെടുത്ത് അവർ പാക്കറ്റ്. ഇതിപ്പോൾ മുംബൈയിലൊക്കെ കിട്ടും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ. അതിനൊരു പ്രത്യേക പേരുണ്ട്. അതിനിപ്പോൾ വലിയ സഹായമാണ് മോദി ഗവൺമെൻറ് കഴിഞ്ഞ ബജറ്റിൽ ചെയ്തത്. എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഒരു പ്രത്യേക ബോർഡ്, നമ്മുടെ സ്പൈസസ് ബോർഡ്, അതുപോലെ കോഫി ബോർഡ്, കോക്കനട്ട് ബോർഡ് എന്നൊക്കെ പറയുന്ന ഒരു ബോർഡ് പ്രത്യേകം രൂപവൽക്കരിച്ചു. ആ കൃഷി അങ്ങ് പ്രോത്സാഹിപ്പിക്കുക. ഇത് ചെയ്യുന്ന കൃഷിക്കാർക്ക് വേണ്ടത്ര സബ്സിഡി, ലോണ് ഇതെല്ലാം കൊടുത്ത് അതങ്ങ് പ്രോത്സാഹിപ്പിച്ച്. എന്ന് മാത്രമല്ല, അതിനപ്പുറം ഇന്ത്യക്ക് പുറത്തേക്ക് ലോക മാർക്കറ്റിലേക്ക് തന്നെ ഇത് കൊണ്ടുപോകും. ഇത് വളരെ പോഷക ഗുണമുള്ളതും രോഗപ്രതിരോധ ശേഷിയുള്ളതുമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. ആ പേര് ഞാൻ മറന്നുപോയി. ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നതിനിടയ്ക്ക് എപ്പോഴും കിട്ടുവാണെങ്കിൽ അത് ഞാൻ പറയാം. അപ്പോൾ ആ ഒരു സാധനത്തിൻ്റെ ഒരു ജില്ല മുഴുവൻ അതുകൊണ്ട് കഴിയുന്ന മധുബരി, ആ ജില്ലയിൽ ഉൾപ്പെടെ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നത്. പിന്നാക്കമായ പ്രദേശങ്ങളില്ല. ഇവിടെ മുൻതൂക്കമുള്ള 2 കക്ഷികളെന്ന് പറയുന്നത്, ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, നക്സലൈറ്റുകൾ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്, ഈ പാർട്ടികൾക്കൊക്കെ അവിടെ മുൻതൂക്കം ഉണ്ടായിരുന്നത്. പക്ഷേ ക്രമേണ കുറച്ചു കാലമായിട്ട് BJP അവിടെ കടന്നു കയറി ഓരോ തവണയും BJPയുടെ വോട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ക്രമപ്രവർത്തനമായിട്ട് ഓരോ തെരഞ്ഞെടുപ്പിലും ക്രമപ്രവർത്തനമായിട്ട് അതിനനുസരിച്ച് മറ്റവരുടെ വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ആരാ ഈ പ്രാവശ്യം എന്നുള്ള അറിയാമല്ലോ. താഴോട്ട് പോകുന്ന മുങ്ങിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണോ അതോ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന പാർട്ടി ആയിരിക്കുമോ ജയിക്കുക എന്നുള്ളത് ചോദ്യം വളരെ വ്യക്തമാണല്ലോ. പിന്നെ സ്ത്രീകൾ എപ്പോഴും BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തത് അവിടുത്തെ ജംഗിൾ രാജ് അവസാനിച്ചു. മാന്യമായിട്ട് പേടിക്കാതെ കുഴപ്പമൊന്നുമില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ ഒരു സാഹചര്യം സൃഷ്ടിച്ചു. ആ സ്ത്രീകൾ തന്നെ ആവേശപൂർവ്വം പങ്കെടുക്കണമെങ്കിൽ ആർക്കായിരിക്കും അവർ വോട്ട് ചെയ്തത്? അല്ല, പക്ഷെ പറയുന്നത് ഈ സ്ത്രീകൾ SIRൽ നിന്ന് ഒരുപാട് സ്ത്രീകളെ അവിടെ പുറത്താക്കിയത് കൊണ്ട് സ്ത്രീ സാന്നിധ്യം എപ്പോഴും BJP ബീഹാറിൽ ഭയക്കുകയാണ്. അതുകൊണ്ടാണ് സ്ത്രീകളെ ഒന്നടക്കം പുറത്താക്കിക്കൊണ്ടുള്ള ഒരു ഈ SIRൽ നിന്ന് നിരവധി സ്ത്രീകളെ പുറത്താക്കി എന്നൊക്കെയുള്ള ഒരു ആരോപണം BJPക്കെതിരെ ഉയരുന്നുണ്ട്. ഈ ആരോപണം എന്താണ്? ഈ ആരോപണം കൊണ്ട് എന്താണ് ഇത് ആരോപിക്കുന്നവർ ഉദ്ദേശിക്കുന്നത്? ഈ ആരോപണം 2 കാര്യങ്ങൾ കൊണ്ട് ഇത് ആരോപണം പൊട്ടയാണെന്നുള്ളത് കഴിഞ്ഞിരിക്കുന്നു. ഒന്നാമത് സ്ത്രീകളുടെ വമ്പിച്ച പ്രാധാന്യമാണ്, വമ്പിച്ച ഒരു കൂട്ടമാണ്. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് ക്യൂവിലുണ്ടായിരുന്നത്, ബൂത്തുകളിലുണ്ടായിരുന്നത്. പേടി കൂടാതെ നടക്കാം, മാനഹാനി കൂടാതെ നടക്കാം, പെട്ടെന്ന് തന്നെ നടക്കും. ഏറ്റവും മികച്ച രീതിയിലുള്ള പോളിംഗ് ആയിരുന്നു ഇവിടെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വന്ന് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. പോളിംഗ് ബൂത്തുകളുടെ എണ്ണം കൂട്ടി, അവിടെ വെള്ളം കിട്ടും, എന്തെങ്കിലും ശൗചാലയങ്ങളുണ്ട്, എന്തെങ്കിലും അത്യാവശ്യത്തിനുള്ള ശംഖകൾ നിറവേറ്റാൻ വേണ്ടി പോകേണ്ടതിനുള്ള സൗകര്യം, ഇതെല്ലാം പക്കായിട്ട്
വളരെ പ്രൊഫഷണലായിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. നോക്കൂ, ഈ പറയുന്ന ആൾക്കാർ ഈ പറയുന്നു, കപട വാക്കുകൾ പറയുന്നു, വ്യാജ വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ ഒരു സ്വഭാവം അത് പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. ഒരൊറ്റ പരാതി നമ്മൾ എന്താ നോക്കേണ്ടത്? ഇവർ പറയുന്ന പൊയ്വെടികളല്ല, വാക്കുകളല്ല, വായ്ത്താരികളുമല്ല സത്യം. ആരെങ്കിലും ഒരൊറ്റ ആൾ ബീഹാറിലെ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു പരാതിയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ആസ് പെർ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ദർ വാസ് നോ കംപ്ലൈൻറ്റ് ഫ്രം എനി ക്വാർട്ടേഴ്സ് ഈ തെരഞ്ഞെടുപ്പിൽ. നോക്കൂ, ബീഹാറിലൊക്കെ എന്ന് പറഞ്ഞാൽ ക്രമസമാധാന നില വളരെ മോശമായി. ജംഗിൾ രാജും പിന്നെ ഗുണ്ടാരാജും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്കറിയാം പണ്ടൊക്കെ 8ഉം 9ഉം ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ പ്രാവശ്യം എത്ര ഘട്ടമുണ്ട്? 2 ഘട്ടം. 2 മാസമൊക്കെയാണ് പണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ പ്രോസസ്സ് പേടിയാ. കാരണം പോലീസ്, ഒരു സ്ഥലത്തുള്ള പോലീസുകാരെല്ലാം കൂടെ ഉണ്ടെങ്കിലും തികയില്ല. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പോലീസുകാരെ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ആ ഭാഗത്തേക്ക് പോലീസ് ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പിന്നെ അടുത്ത ആഴ്ച നടത്താം, അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ്. ഇതെല്ലാം എടുത്തുകൊണ്ട് പോകണ്ടേ സംഗതികളെല്ലാം കൂടി. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് 2 മാസം കൊണ്ട് ആ തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് അവിടെ പൂർത്തിയാകുന്നത്. ലാലുവിന്റെ ഇപ്പൊ നോക്കൂ, 2 ദിവസം കൊണ്ട് വലിയ സംസ്ഥാനമായതുകൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ ഘട്ടം കൊണ്ട് തന്നെ പരിപാടി ഇങ്ങനെ തീർന്നേ. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ BJPക്കും അതുപോലെ JDUവിനും മേൽക്കൈയുള്ള സ്ഥലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇപ്പൊ തന്നെ സർവേകൾ വന്നിട്ടുണ്ട്, അനധികൃത സർവേകളാണ്. ഇലക്ഷൻ കമ്മീഷൻ അത് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് രഹസ്യ സർവേകൾ നടത്തിയിട്ട് ഫലമെല്ലാം NDA മുന്നണിക്ക് അനുകൂലമാണ്. അപ്പൊ അവർക്ക് കുറച്ച് പുറകോട്ട് പോകാമായിരുന്ന ജില്ലയിൽ പോലും അവർ മുന്നോട്ട് കടന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് റിസൾട്ട് എന്ന് പറയുന്നത് 3/2 ഭൂരിപക്ഷം എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. ആ ഒരു 3/2 ഭൂരിപക്ഷത്തിലേക്ക് കടക്കും. ഇവിടെ പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ JDUവിൻ്റെ ശക്തി കുറഞ്ഞു വരികയും BJPയുടേത് കൂടി വരികയും ചെയ്യുകയാണ്. എന്നാലും മുഖ്യമന്ത്രിയായിട്ട് നിതീഷ് കുമാറിനെ തന്നെ അവരിരുത്തും, ഒരു സംശയമില്ല. അദ്ദേഹം ഒരു 75 വയസ്സ് കഴിഞ്ഞ ആളാണ്. അപ്പോൾ പ്രായം കൂടുതലുണ്ട്. ക്രമേണ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായി കഴിഞ്ഞാൽ BJP തന്നെ ഏറ്റെടുക്കും. ഇവിടെ ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ BJPയുടെ ഒരു നേതാവ് പോലും അവിടെ ഇദ്ദേഹത്തോളം പോപ്പുലർ അല്ല. അങ്ങനൊരു നേതാവിനെ അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഭരിച്ചു കഴിഞ്ഞ നേതൃത്വ ഗുണം. അങ്ങനെയാണല്ലോ പല മുഖ്യമന്ത്രി. ഇപ്പം നരേന്ദ്രമോദി തന്നെ നല്ലൊരു മുഖ്യമന്ത്രിയാവും എന്ന് നമ്മൾ ആരെങ്കിലും മുൻകൂട്ടി പ്രവചിച്ചിരുന്നോ? ഭരിച്ചു കഴിയുമ്പോഴാണ് മിടുക്കറിയുന്നത് അല്ലേ? ഗുജറാത്തിലൊക്കെ കലാപ സമയത്ത് വലിയ പ്രധാനമന്ത്രി അല്ല ഉദ്ദേശിച്ച മുഖ്യമന്ത്രിയെ തന്നെ. ഗുജറാത്തിന് എത്ര സമ്പന്നമാണ്. ഗുജറാത്തിൽ നിന്ന് ആരെങ്കിലും ഭിക്ഷക്കാർ ഇവിടെ വരുന്നുണ്ടോ? നമ്മൾ വേറൊന്നും നോക്കണ്ട. ഏതെങ്കിലും ഒരു ഭിക്ഷക്കാരൻ ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടോ? അതിഥി തൊഴിലാളിയായിട്ട് വരുന്നുണ്ടോ? വളരെ സമ്പന്നമാക്കിയ സംസ്ഥാനത്ത് ബംഗാളിൽ നിന്ന് എത്ര പേര്? ബംഗാളികൾ എന്നല്ലേ അറിയപ്പെടുന്നത്. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഇത് 2 ഇന്ത്യയിലെ സംസ്ഥാനങ്ങളല്ലേ? ആ വ്യത്യാസം. മാതൃഭൂമി പറയുന്നത് ബീഹാറിലായാലും ഗുജറാത്തിലായാലും വലിയ രീതിയിലുള്ള വികസനം ഒന്നും നരേന്ദ്രമോദി ഉണ്ടാക്കിയിട്ടില്ല, BJP സർക്കാർ ഉണ്ടാക്കിയിട്ടില്ല. BJP മാതൃഭൂമി ഇറക്കി വിട്ടിരിക്കുക മനോജ് മേനോനെ. കടുത്ത ഇടതുപക്ഷക്കാരനായിട്ടുള്ള BJPയെ തോൽപ്പിക്കാൻ വേണ്ടി മനോജ് മേനോനെ, പിന്നെ എന്താ ഒരു പ്രശാന്ത് എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഏഷ്യാനെറ്റ്, രഘുവംശം. അതായത് കാളിദാസന്റെ കൃതിയിൽ നിന്ന് ഇറങ്ങി വന്ന ആളാണ് രഘുവംശം. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആരോഗ്യം വെച്ചുകൊണ്ടൊക്കെ പറയുന്നുണ്ട്. BJPയെ തോൽപ്പിക്കാൻ വേണ്ടി പരമാവധിയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കാരണം ശമ്പളം കൊടുക്കുന്നത് രാജീവ് ചന്ദ്രശേഖറാണല്ലോ. അപ്പോൾ ആ കൂറ് കാണിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് BJPയെ തോൽപ്പിക്കാനൊക്കെ ഇവർ വായ്ത്താരികൾ പണ്ടും നടത്തിയിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തോറ്റു പോകും. പക്ഷേ റിസൾട്ടെല്ലാം ജനങ്ങൾ തീരുമാനിച്ചത്, ഇവർ പറയുന്ന അല്ല കേട്ടതും തീരുമാനിച്ചതും. അങ്ങനെ തന്നെയാണ് ഈ പ്രാവശ്യവും സംഭവിക്കാൻ പോകുന്നത്. കാരണം എല്ലാ തരത്തിലും മികച്ചതെന്ന് ഞാൻ പറയുന്നില്ല, മെച്ചപ്പെട്ട ഒരു ഭരണമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അഴിമതി എന്ന് പറയുന്നത് 0 ആണ്. അതാണ് ഒന്നാമത്തെ കാര്യം. അഴിമതി 0. അത് പിന്നെ 100% പിന്നെ മറ്റേ തേജസ്വി യാദവിൻ്റെയും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെയും കാലത്തിൽ ലാലു പ്രസാദ് യാദവിൻ്റെയും കാലത്ത് അങ്ങനെ കുടുംബ ഭരണമാണ്. നേട്ടമല്ല കുടുംബം കൊയ്യുക, പിന്നെ കുറച്ച് അവർക്ക് മാഫിയ ജംഗിൾ രാജായിട്ട് കുറേ ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം തീർച്ചയായിട്ടും വർദ്ധിച്ചിട്ടുണ്ട്. വോട്ട് വർദ്ധിക്കും തോറും ഓരോ തവണയും കണ്ടിട്ടുള്ളത് BJP തന്നെ ജയിക്കുന്നതായിട്ടാണ്. വർദ്ധിച്ചു വരുമ്പോഴാണ് BJP ജയിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം വളരെ വർദ്ധിത വീര്യരായിട്ട് BJP ഇപ്പോൾ ഒരു 100 സീറ്റുകൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെ, ഈ ഒരു കഴിഞ്ഞ പോളിംഗിൽ തന്നെ നേടുമെന്നാണ് പ്രവചനങ്ങൾ പറയുന്നത്. ഏറെക്കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഈശൽ ഭേദങ്ങൾ ഉണ്ടാകാം എന്നല്ലാതെ അതിന് വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് കഴിഞ്ഞൊരു 2 വർഷം കഴിയുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു ബ്ലാക്ക് ബോർഡും ഒക്കെ വെച്ചിട്ട് കണ്ടോ അവിടെ
ഏതെങ്കിലും ഒരു വിദേശ വനിതയുടെ ഫോട്ടോ ഇട്ടുകൊണ്ട് ഇവിടെ 27 തവണ പോയി വോട്ട് ചെയ്തു. അല്ല, ഓപ്പറേഷൻ ബി, ഓപ്പറേഷൻ ബി എന്നും പറഞ്ഞ് പോയിട്ട് അതാ കണ്ടോ നിങ്ങൾ വിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്തോ ഈ ഫോട്ടോ ഇട്ട് വച്ച ആളിൻ്റെ അഡ്രസ്സുള്ള സ്ത്രീ എന്നേ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, അവർ വോട്ട് ചെയ്യാനേ വന്നിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇങ്ങനെ ആളുകളെ കള്ളം പറഞ്ഞും ഒക്കെ കുറച്ച് നാളത്തേക്ക് കബളിക്കാൻ പറ്റും. എബ്രഹാം ലിങ്കൺ പറഞ്ഞ പോലെ എല്ലാരെയും എപ്പോഴും കബളിക്കാൻ പറ്റും. അതെ എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവമായിട്ട് നമുക്ക് പറയാനുള്ളത്. അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ, പക്ഷേ അതൊരു റിസൾട്ടും ഉണ്ടാക്കുകയില്ല, ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കുകയില്ല.